ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി. ഷിജോ, പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് ശബരിമല, സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ വിവാദ വിഷയമായി മാറുന്ന മണ്ഡലങ്ങൾ പത്തനംതിട്ടയിലുണ്ട്. എങ്ങനെയാണ് പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം? കഴിഞ്ഞ തവണത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപോലെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടോ പത്തനംതിട്ടയിൽ? അവിടെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ജി കെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് സവിശേഷമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയായിട്ട് എപ്പോഴും പത്തനംതിട്ട ജില്ല ഇടം പിടിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പത്തനംതിട്ട ജില്ല ആ ഒരു ചീത്തപ്പേര് മാറ്റിയിട്ടുണ്ട്. കാരണം മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ പോളിംഗിൽ കാര്യമായിട്ടുള്ളൊരു വർധനവ് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69.62 അതിനു മുമ്പൊക്കെ 70% അടുക്കുന്നത് തന്നെ വലിയ പാടുപെട്ടായിരുന്നു. എന്നാൽ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം 70.55% ജില്ലയിലെ മൊത്തത്തിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. അത് മറ്റ് 5 നിയോജക മണ്ഡലങ്ങളിൽ പരിശോധിക്കുമ്പോൾ തിരുവല്ലയിലും റാന്നിയിലും അടൂരിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട്, അതായത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള പോളിംഗ് വർധനവ് ഈ പറയുന്ന 3 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവല്ലയിലും അടൂരിലും ഈ പറയുന്ന രീതിയിൽ 65 അല്ലെങ്കിൽ 66% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 69% തന്നെ എത്തിയിട്ടുണ്ട് തിരുവല്ലയിലും അടൂരിലും. ആറന്മുളയിലേക്ക് വന്നാൽ ആറന്മുളയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 68% ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം അത് 71% മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ കോന്നിയിലും അടൂരിലും താരതമ്യേന കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോന്നിയിൽ ഏതാണ്ട് 73% പോയപ്പോൾ ഇത്തവണ കോന്നിയിൽ അത് 69% ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം കുറഞ്ഞിട്ടുണ്ട്. അടൂരിൽ കഴിഞ്ഞ തവണ ഈ പറയുന്ന ചിറ്റയം ഗോപകുമാറും അതുപോലെ തന്നെ MG കണ്ണനുമൊക്കെ മത്സരിച്ചപ്പോൾ 74% പോയതാണ്. അവിടെ അത് 70% പോലും ഇത്തവണ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം 70% പോലും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ജി കെ ചോദിച്ച മറ്റൊരു കാര്യം, മുന്നണികൾ ഇപ്പോൾ തന്നെ കൂട്ടിലും കിഴിക്കലുമായിട്ട് കൂടിയിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ഏറ്റവും ആറന്മുളയിലടക്കം ഏറ്റവും അധികം ശക്തിയായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന ആറന്മുളയിൽ UDF-ഉം LDF-ഉം ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ ഇതിനുശേഷം ഈ പോളിംഗിന്റെ ലഭ്യമായിട്ടുള്ള കണക്ക് സംസാരിച്ചിരുന്നു. നമ്മുടെ ജില്ലയാണ്, എന്റെ കൂടെ ജില്ലയാണ്. എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കുറവ് ഇപ്പോഴും പത്തനംതിട്ടയാണ്. കലോത്സവത്തിൽ ഏറ്റവും പിന്നിൽ, കായികോത്സവത്തിൽ ഏറ്റവും പിന്നിൽ, എല്ലാ കാര്യത്തിലും ഏറ്റവും പിന്നിൽ. നമ്മുടെ ജില്ലയുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. പോട്ടെ, ഇപ്പോൾ പോളിംഗ് ശതമാനത്തിലും ജില്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നല്ല എന്താണ് കയറ്റം ഉണ്ടെങ്കിലും ജില്ലകളിൽ ഏറ്റവും കുറവ് ജില്ല നമ്മുടെ പ്രിയപ്പെട്ട ജില്ലയെ എന്ന് പറഞ്ഞു പോവാണ്. പോട്ടെ, വിട്ടേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.